മെയിനായിട്ട് പറയാൻ സൈലത്തിൻ്റെ DPP തന്നെയാണ്. റിവൈസ് ചെയ്യാത്ത എല്ലാ ചാപ്റ്റേഴ്സും ഞാനിരുന്ന് മൊത്തം ലാസ്റ്റ് 2 ദിവസം കൊണ്ട് കവർ ചെയ്തു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഫിസിക്സ് തോന്നിയത്. നീറ്റ് 2024 ഞാൻ ഇന്റർവ്യൂ ചെയ്ത എല്ലാ മക്കളിലും ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് കേട്ടോ. മോന് ഫസ്റ്റ് നീറ്റ് എക്സാം എഴുതിയപ്പോൾ 280 മാർക്കായിരുന്നു പറഞ്ഞു. 280 ഇപ്പം ഈ ഒരു വർഷം പഠിച്ച് വന്ന് എത്തി നിൽക്കുന്നത് 650+ നല്ലൊരു ടോപ്പ് സ്കോറിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. അത് ഈ ടെക്നിക്ക് എന്തായിരുന്നു എന്നൊന്ന് പറയോ? MBBS തന്നെയായിരുന്നു ഡ്രീം? അതെ. ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നമ്മുടെ സൈലത്തിന്റെ അഭിമാനമായ മറ്റൊരു ഫ്യൂച്ചർ ഡോക്ടർ ഇതാ കൂടെ ഇരിക്കുന്നുണ്ട്. എന്റെ കൂടെ ഇരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് വന്ന നമ്മുടെ അർഷിദാണ്. അർഷിദിന്റെ റിസൾട്ടിനെ സംസാരിക്കാനായിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പം അർഷിദ് എന്നോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. മാം, ഞാൻ അവസാനത്തെ 2 ദിവസം റിവിഷന്റെ സമയത്ത് നന്നായിട്ട് ഇരുന്ന് പഠിച്ചു, അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഇത്ര സ്കോറൊക്കെ കിട്ടിയത്. അപ്പോ അർഷിദിന്റെ ആ ഒരു ജേർണിനെ കുറിച്ച് അപ്പൊ എനിക്ക് അറിയണമെന്ന് തോന്നി. അർഷിദ്, വെൽക്കം ടു ദ സെഷൻ. ആൻഡ് ഇപ്പോൾ നല്ലൊരു വിജയത്തിലാണ് എത്തിയിരിക്കുന്നത് അല്ലേ? ഏകദേശം 650-700 റേഞ്ചിനടുത്ത് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ ഓൾ കേരള അലോട്ട്മെന്റിൽ നോക്കുമ്പോൾ നല്ലൊരു കോളേജിൽ തന്നെ കയറാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ യുവർ റിസൾട്ട്. അത് ഈ ടെക്നിക്ക് എന്തായിരുന്നു എന്നൊന്ന് പറയോ? ഇത്ര നല്ല സ്കോർ എങ്ങനെയാണ് ഈ 2 ദിവസം കൊണ്ട് വാങ്ങിയത് എന്നുള്ളത്? മെയിനായിട്ട് പറയാൻ സൈലത്തിന്റെ DPP തന്നെയാണ്. DPP എനിക്ക് അറിയാത്ത എന്നുവെച്ചാൽ റിവൈസ് ചെയ്യാത്ത എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ആ 2 ദിവസം കൊണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു, ഞാനിരുന്ന് മൊത്തം ലാസ്റ്റ് 2 ദിവസം കൊണ്ട് കവർ ചെയ്തു. ഓക്കെ. പിന്നെ നമ്മുടെ റിവിഷൻ പ്ലാനിൽ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു, ലൈവ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു? ലൈവിലും കാണും. ലൈവ് കാണും. മറ്റേ മോക്ക് ടെസ്റ്റ് എഴുതും. ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് ഞാൻ പോയില്ല. അന്ന് ആ 2 ദിവസമാണ് ഞാൻ മൊത്തം DPP എല്ലാം ഒന്ന് കവർ ആക്കിയത്. അത് ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ആദ്യം നീറ്റ് എഴുതിയപ്പോ സ്കോർ എത്രയായിരുന്നു? 281 റേഞ്ചിൽ നിന്ന ആളാണ് ഇപ്പോ ടോപ്പ് റാങ്ക് റേഞ്ചിൽ തന്നെ വന്ന് നിൽക്കുന്നത് അല്ലെ? അപ്പോ എങ്ങനെയായിരുന്നു സൈലത്തിലേക്ക് വരാൻ എന്താ കാരണം? സൈലത്തിന്റെ ക്ലാസ്സസ് സൂപ്പറാണെന്ന് ഞാൻ എല്ലായിടത്തും കേട്ടു. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇങ്ങോട്ടാ വന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഒന്ന് അടിച്ച് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ വിചാരിച്ച് വന്നതാണ് അല്ലേ? വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് പറയൂ, എന്തായിരുന്നു? ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് എന്താ തോന്നിയത്? ഒരു ദിവസം ഓൺലൈനായി വീഡിയോസെല്ലാം കണ്ട്, സെക്കൻഡ് ഡേ ഓഫ്ലൈനായിട്ട് അത് ഒന്നുകൂടി പക്കയാകുമ്പോൾ അത് മൊത്തത്തിലൊന്ന് സെറ്റായി എല്ലാ ചാപ്റ്റേഴ്സും. കാരണം ഓൺലൈനിലുള്ള ഡൗട്ട്സ് എല്ലാം സെക്കൻഡ് ഡേ ക്ലിയർ ആവും. പിന്നെ എനിക്ക് +1 തീരെ ബേസ് ഇല്ലായിരുന്നു. ഈ ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം ഒരേ ടോപ്പിക് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് +1 മൊത്തം ഒന്ന് എല്ലാ ബേസും സെറ്റായി. +2 എനിക്ക് കുറച്ച് അറിയായിരുന്നു. +1 ബേസ് ഒട്ടും ഇല്ലായിരുന്നു? ഇല്ല, തീരെ ഇല്ലായിരുന്നു. അത് ഇവിടെ വന്നിട്ടാണ് ആദ്യം മുതലേ ബേസിക് മുതലേ പഠിച്ച്. അപ്പൊ നമുക്കിവിടെ തുടങ്ങുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സസ് തരുമല്ലോ. ആദ്യം കുറച്ച് ബേസിക്സ് പഠിപ്പിച്ചിട്ടല്ലേ നമ്മൾ മെയിൻ സിലബസിലേക്ക് കടക്കുള്ളൂ. ആ ഫൗണ്ടേഷൻ ക്ലാസ്സിനെ കുറിച്ച് അതൊക്കെ ഓർമ്മയുണ്ടോ ഇപ്പോ? ഇല്ല, കാരണം ഞാൻ കുറച്ച് വൈകിട്ടാണ് വന്നത്. ജൂൺ 9 ലേറ്റ് ആയിട്ടാണ് വന്നത്. റിപ്പീറ്റ് ചെയ്യാൻ ലേറ്റ് ആയിട്ടാണ് തീരുമാനം എടുത്തത്? അല്ല, അത് സെക്കൻഡ് ബാച്ച് ആയിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്നേരം ജോയിൻ ചെയ്യുന്നത്. അത് ആ ക്ലാസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ബാക്കിയുള്ള ബേസ് എല്ലാം എന്നിട്ടും ലേറ്റ് ആയിട്ട് വന്നിട്ടും ബേസിക് മുതൽ പഠിച്ച് ക്ലിയർ ചെയ്ത് സിലബസിലേക്ക് ആ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടി പറ്റി അല്ലേ? സൈലത്തിന്റെ സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് എന്താ മോന് പറയാനുള്ളത്? സൈലത്തിന്റെ സ്റ്റഡി മെറ്റീരിയലൊക്കെ കാരണമാണ് ഈ സ്കോർ കൂടിയത് സത്യം പറഞ്ഞ. അല്ലാതെ NCERT മൊത്തം ഇരുന്ന് വായിക്കാനുള്ള ടൈമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മൊത്തം അത് ഈസി ആയിട്ട് മോന് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. സ്റ്റഡി മെറ്റീരിയൽ നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലായിരുന്നു. ഓക്കെ. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ എല്ലാവരും സൂപ്പറാണ്. ഓക്കെ. എനിക്ക് ഓഫ്ലൈനിൽ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അവർ ഇഷ്ടമില്ലാത്ത ചാപ്റ്റേഴ്സ് പോലും അവർ കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഫിസിക്സിനൊക്കെ ഉള്ള ഫാക്കൽറ്റീസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ ഫിസിക്സിൽ ആ ടോപ്പിക്കൊക്കെ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. ഇവിടെ വന്നതൊക്കെ ഫുള്ള് സെറ്റായി, ഇഷ്ടത്തോടുകൂടി പഠിക്കാം. നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്തായിരുന്നു പറയാം? അത് നന്നായിട്ട് ഹാപ്പിയായി. കാരണം ഇവിടുന്ന് ചെയ്തതിനെക്കാട്ടിയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് വന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി. ഇവിടെ വന്നിട്ടുള്ള മോക്ക് ടെസ്റ്റും അതൊക്കെ കാരണം കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി നീറ്റ് പേപ്പർ. മോക്ക് ടെസ്റ്റുകൾ അപ്പം മോനെ ഹെൽപ്പ് ചെയ്തിരുന്നു?
തീർച്ചയായും ഹെൽപ്പ് ചെയ്തിരുന്നു. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പം ഫെമിലിയർ ആയിട്ട് തോന്നിയോ? ഇതിനു മുമ്പ് ഞാൻ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ തോന്നിയിരുന്നോ? തോന്നിയിരുന്നു. ഓക്കെ. ഫിസിക്സ് ഒക്കെ കുറച്ച് ടഫാന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഫിസിക്സ് പേഴ്സണലി ഈസി ആയിട്ടാണ് തോന്നിയത്. ഇവിടുന്ന് ചെയ്തതിനേക്കാളും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഫിസിക്സ് തോന്നിയത്. നീറ്റ് 2024 ഞാൻ ഇന്റർവ്യൂ ചെയ്ത എല്ലാ മക്കളിലും ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് കേട്ടോ, ഫിസിക്സ് എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയിരുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദ റിയൽ അച്ചീവ്മെന്റ് അല്ലേ. അതായത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, സൈലം ഒരിക്കലും വിശ്വസിക്കുന്നില്ല, അതായത് ഏറ്റവും ടോപ്പ് മാർക്ക് ഏറ്റവും ടോപ്പ് റാങ്ക് എന്നുള്ളതല്ല. പക്ഷേ വളരെ നോർമൽ ആയിട്ടുള്ളൊരു റേഞ്ചിൽ നിന്ന് വന്നിട്ട് മോനിപ്പോൾ എത്തി നിൽക്കുന്നത് സംതിങ് ബിഗ്. ബിക്കോസ് ഒരുപാട് വർഷങ്ങളോളമൊക്കെ ആളുകൾ പരിശ്രമിച്ചിട്ടാണ് ഈ ഒരു സ്കോറിലേക്കൊക്കെ എത്തുക. അതും ഏറ്റവും എല്ലാവരും പേടിക്കുന്ന സബ്ജക്ട്സ്, ഒരു ബേസിക് ഒന്നും കറക്റ്റ് ഒന്നും ഇല്ലാതെ വന്നിട്ട് ആ സബ്ജക്റ്റ് എനിക്ക് എക്സാമിൽ ഏറ്റവും ഈസി ആയിരുന്നു എന്ന് പറയുന്നത് അത് ശരിക്കും ഞങ്ങൾക്കൊരു അച്ചീവ്മെന്റ് ആണ് റിയലി. സോ ദാറ്റ്സ് വെരി നൈസ്. ആൻഡ് പിന്നെ എന്താണ്, ഇപ്പം ബയോളജി ഒക്കെ ഒരുപാട് തിയററ്റിക്കലാണ്. ആൻഡ് ജനറലി എനിക്ക് അറിയുന്ന ഒരു ഇതാണ്, കുട്ടികൾ എപ്പോഴും പറയുന്നതാണ്, ബോയ്സിന് ഇങ്ങനെ പേഷ്യൻസ് ഇല്ല. അതായത് തിയറി ഫുൾ ഇങ്ങനെ ഇരുന്ന് വായിക്കാനൊന്നും ഉള്ളതില്ല. ഗേൾസ് പിന്നെയും പറയും ഇല്ല മിസ്സേ ഞാൻ വായിക്കും, ഞാൻ ഇരുന്ന് എഴുതി പഠിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് അല്ലെ പോയിന്റ് വൈസ് നോക്കി പോകാനാണ് ഇഷ്ടം. അപ്പൊ അതെങ്ങനെയാണ് പഠിച്ചത് ബയോളജി? ബയോളജിയിൽ ഞാൻ DPP നോക്കിയിട്ടില്ല. ഓക്കെ. NCERT മൊത്തം നോക്കി. പിന്നെ ക്ലാസ്സസും ഓൺലൈൻ ക്ലാസ്സസും. ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ രണ്ടിനും ആവശ്യത്തിലധികം ടൈം ഉണ്ടായിരുന്നു. 1 ഡേ ഓൺലൈൻ ക്ലാസ് കാണാൻ, അതും ചെറിയ ഓൺലൈൻ ക്ലാസ് പാർട്ട് ആയതുകൊണ്ട് തന്നെ മൊത്തം കണ്ടു തീർക്കാനും പറ്റും. പിറ്റേ ദിവസം വന്ന് അത് മൊത്തം ഒന്ന് ബേസ് സെറ്റ് ആവും. പിന്നെ സൈലത്തിന്റെ ഹോസ്റ്റലിലെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ? ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഹോസ്റ്റൽ ലൈഫ് വളരെ നന്നായിരുന്നു. കാരണം സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും ഹോസ്റ്റലിൽ നിന്ന്. വാർഡൻസും മെന്റേഴ്സും ഒക്കെ സപ്പോർട്ടീവ് ആയിരുന്നു? ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ. ഇപ്പൊ റിസൾട്ട് ഒക്കെ വന്ന് ഇപ്പം ഫാമിലിയൊക്കെ എല്ലാരും ഒക്കെ അറിയിച്ചു അല്ലേ? അപ്പൊ എല്ലാരും എന്താ പറയുന്നത്? എല്ലാരും ഹാപ്പിയാണ്. കുറച്ചുകൂടി മാർക്ക് വേണമെന്നായിരുന്നു എല്ലാരും പറയുന്നത്. പക്ഷെ ആർ യു പ്രൗഡ് ഓഫ് യുവർ റിസൾട്ട്? ആണ്. യു ആർ പ്രൗഡ്. അതല്ല ഏറ്റവും വലിയ കാര്യം അല്ലേ? ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് തിങ്. ആൻഡ് ഓൾസോ നല്ല എന്താണെങ്കിലും നമുക്കറിയാം നല്ല കോളേജിൽ കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ ലൈഫ് സെറ്റ് ആണല്ലോ അല്ലെ? ഓക്കെ. MBBS തന്നെ ആയിരുന്നു ഡ്രീം? അതെ, MBBS തന്നെയാണ്. മോന് ഫസ്റ്റ് നീറ്റ് എക്സാം എഴുതിയപ്പോൾ 280 മാർക്കായിരുന്നു പറഞ്ഞു. 280 ഇപ്പോൾ ഈ ഒരു വർഷം പഠിച്ച് വന്ന് എത്തി നിൽക്കുന്നത് 650+ നല്ലൊരു ടോപ്പ് സ്കോറിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. അത് ആൾക്കാർ ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെയാണ് ശരിക്കും ഈ സ്കോറിലൊക്കെ എത്തുന്നത് അല്ലേ? അപ്പോൾ നല്ല ഡെഡിക്കേറ്റഡ് ആയി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി മോൻ്റെ കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നീ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഡൗട്ടിലായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലെ? ഞാൻ ഈ ഒരു ഭയങ്കര ബിലോ ആവറേജ് റേഞ്ച് എന്നൊക്കെയല്ലേ നമ്മൾ പറയാം, ഭയങ്കര ക്വാളിഫയിങ് റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ലപോലെ പഠിച്ച് നല്ല മാർക്കൊക്കെ ആയിട്ട് വരുന്നവരായിരിക്കും, അവരുടെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഇതേപോലെ ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട്. എനിക്ക് 150, 200 ഒക്കെ കിട്ടുന്നുള്ളൂ, ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ഹൈ സ്കോർ ഒക്കെ കിട്ടുമോ, അത് ഇവർക്ക് ഇവർ വെറുതെ പറയുന്നതാണെന്നുള്ളൊരു സംശയം. അവരോടൊക്കെ എന്താ മോന് പറയാനുള്ളത്? ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ഞാനിവിടെ വന്നപ്പോൾ തന്നെ വിചാരിച്ചത് എന്തായാലും ഈ ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു 450 അങ്ങനെയുള്ള റേഞ്ചിലൊക്കെ കിട്ടൂ, പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്, ഒരു 600 above മാർക്ക് കിട്ടാൻ വേണ്ടി. ബട്ട് ഇവിടെ വന്ന് ക്ലാസ്സൊക്കെ കേട്ട് എല്ലാ ദിവസവും എക്സാംസ് ഒക്കെ എഴുതി പഠിച്ചു പോയപ്പോൾ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടി. അതിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുമ്പോൾ, പിന്നെ ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടല്ലോ ക്ലാസ്സിൽ, അപ്പോൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി. എനിക്ക് മൊത്തം ഒരു കോൺഫിഡൻസ് കയറി. മോനിപ്പോ പഠിക്കാൻ വലിയ വലിയ സ്ഥലങ്ങളിലോ കോട്ടയിലോ രാജസ്ഥാൻ അവിടെ ഒന്നും പോയിട്ടൊന്നുമില്ല അല്ലെ? അപ്പൊ അവരോടൊക്കെ മത്സരിക്കുന്ന രീതിയിലുള്ള ഓൾ ഇന്ത്യ ലെവൽ പല സിസ്റ്റങ്ങളും ഇപ്പം ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് മോന്റെ ക്ലാസ്സിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് യു ഹാവ് റീച്ച്ഡ് ഓൾ ഇന്ത്യ ലെവൽ, നല്ല സ്കോർ തന്നെ എത്തിയിട്ടുണ്ട്. അർഷിദിന്റെ സ്റ്റോറി അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. കാരണം അർഷിദ് 12th നല്ല മാർക്കൊക്കെ വാങ്ങിയ കുട്ടിയാണ് അല്ലെ? 94+% ഒക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. പക്ഷെ നീറ്റ് എഴുതിയപ്പോൾ വളരെ ലോ സ്കോർ ആയിരുന്നു. അപ്പോൾ നാച്ചുറലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, +2 വലിയ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീറ്റിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ട റൈറ്റ് ഗൈഡൻസ്, റൈറ്റ് ടീച്ചേഴ്സ്, റൈറ്റ് സ്റ്റഡി മെറ്റീരിയൽ എല്ലാം അർഷിദ് ചൂസ് ചെയ്തു, സൈലത്തിലേക്ക് വന്നു. അപ്പം അർഷിദിന്റെ ഒരു എന്താ പറയുക മൈൻഡ് സെറ്റ്, നല്ലപോലെ ഹാർഡ് വർക്ക് ഞാൻ ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലേ, അത് വെച്ച് പഠിച്ചു.
ഹാർഡ് വർക്ക് ചെയ്ത് അർഷിത് പറഞ്ഞു ഞാൻ അവസാന നിമിഷമാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു 2 ദിവസത്തെ പഠനം കൊണ്ട് ഒരിക്കലും ആരും 650+ 700 എത്തില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ത്രൂ ഔട്ട് ദ ഇയർ അർഷിത് പഠിക്കുകയായിരുന്നു. യു ന്യൂ തിങ്സ്, നിങ്ങൾ പഠിക്കണ്ടായിരുന്നു, പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അതിന്റെ റിസൾട്ട്സ് കണ്ടത് നമ്മുടെ ആ ലാസ്റ്റ് 2 ഡേയ്സിലെ മേ ബി ഇത്രയും കാലം പരീക്ഷകൾ എഴുതിയും ക്ലാസ് എടുത്തും മോനെ കിട്ടിയ ആ ഒരു സ്ട്രെങ്ത് ആണ്, ആ ഒരു പ്രാക്ടീസ് ആണ് മോനെ അവസാന നിമിഷത്തെ റിവിഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് അല്ലേ. സോ ഇതുപോലെ അർഷിതിനെ പോലെ ആ ഒരു സംശയത്തിൽ ഡൗട്ട്ഫുൾ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാകും, എനിക്ക് ക്വാളിഫൈങ് മാർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ, ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്ത കാര്യമുണ്ടോ, എനിക്ക് 400 എനിക്ക് കിട്ടുള്ളൂ, മേ ബി ഒരു 500 വരെയൊക്കെ പോവായിരിക്കും, ഇത്രയും ഹൈ സ്കോറൊക്കെ കിട്ടുമോ എന്നുള്ളത്. സോ അതിനുള്ള എക്സാമ്പിളാണ് നമ്മുടെ കൂടെ അർഷിത് പോലെ. ഇതുപോലെ ഒരുപാട് അർഷിതുമാരും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ കാണാൻ സൈലത്തിന്റെ ഹൈബ്രിഡ് സെന്ററിലേക്ക് ഓരോരുത്തരും അവിടെ റിസൾട്ട് പറയാനും സന്തോഷം അറിയിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെയായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർഷിദിനെ പോലെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ, അടിപൊളി റിസൾട്ടുമായിട്ട് വളരെ ആവറേജ് മാർക്ക് കൊണ്ട് വന്ന് ഒരു ടോപ്പ് റിസൾട്ടുമായിട്ട് സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ, ഒരു ഡോക്ടറായിട്ട് ഇവിടുന്ന് മടങ്ങാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ വെൽക്കം ടു സൈലം. നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലെ അർഷിത്? അപ്പോൾ അർഷിദിന് ഇനി ഇങ്ങോട്ട് വരാനുള്ള സൈലമിയൻസിനോട് എന്താ പറയാനുള്ളത്? സ്ട്രെസ് ഫ്രീ ആയി 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് നീറ്റ് നേടിയെടുക്കാൻ പറ്റും സൈലത്തിലേക്ക് വന്നാൽ. ഇവിടെയുള്ള ടീച്ചേഴ്സും മെൻറ്റേഴ്സും വാർഡൻസും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ 280 എന്നുള്ളൊരു ലോ സ്കോറിൽ നിന്ന് ഒരു 650 റേഞ്ചിലേക്ക് എനിക്ക് എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്.